ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള, അല്ലെങ്കിൽ കൈപ്പക്ക എന്നൊക്കെ ചിലയിടത്ത് പറയും, ഈ പാവയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും പാവയ്ക്ക വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെല്ലാവർക്കും, ഈ പാവയ്ക്ക കഴിക്കാത്ത ആൾക്കാർ പോലും കഴിക്കുന്ന തരത്തിലുള്ള ഒരു അടിപൊളി കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു വളരെ ചെറിയ പാവയ്ക്ക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വെള്ള കളറിലല്ലേ കിട്ടുക, ഇവിടെ ഇച്ചിരി ഒരു പച്ച കളറൊക്കെ ആയിട്ടാണ് ഇവിടെ പാവയ്ക്ക കിട്ടുക. വലിയ കയ്പൊന്നുമില്ല ഈ പാവയ്ക്കയ്ക്ക്. അപ്പോൾ നമുക്ക് ആദ്യം പാവയ്ക്ക ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ 2 പാവയ്ക്ക ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഈ പാവയ്ക്ക ഞാൻ ഇതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു തള്ളവിരൽ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കിലുള്ള കുരു ഒന്ന് നമുക്കൊന്ന്, അതുപോലെ തന്നെ ആ വെള്ള കളറിലുള്ളത് നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം. അപ്പം ഞാൻ അതുപോലെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു വിരൽ വെച്ച് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, ഇതുപോലെയൊക്കെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാവയ്ക്ക ഇതുപോലെ തന്നെ ഇതിനകത്ത് കുരുക്കളൊക്കെ കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് അല്പനേരം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിത് അരിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള പാവയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്കിത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന നല്ല വെള്ളം, അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്. അപ്പം ഞാൻ അളവ് പറയാം എത്ര എടുത്തതെന്നുള്ളത്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിന് അങ്ങനെ കണക്കൊന്നുമില്ല, എന്നാലും ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു 10 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ നേരം നമുക്ക് സവോള, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരുന്നത് വരെ ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് ഈ പാവയ്ക്കാരെ നമുക്കങ്ങനെ പിഴിഞ്ഞ് എന്താ പറയുക, ഞെക്കി കളയേണ്ട കാര്യമില്ല. വളരെ കുറച്ച്, വളരെ പതുക്കെ നമുക്കിതൊന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പാവയ്ക്ക ഇതുപോലെ ഞാൻ പിഴിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്പൊക്കെ ഇച്ചിരി കുറവുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തത്. പിന്നെ അതുമല്ല, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്വാദും കൂടിയാണ്. നമ്മൾ നേരിട്ട് തന്നെ പാവയ്ക്ക വറുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെയൊന്ന് ചെയ്യാണ്. അപ്പോൾ ആ പാവയ്ക്ക അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊരു നാടൻ ഭക്ഷണ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണ നമുക്ക് ആ ഒരു പാവയ്ക്ക് എത്രത്തോളമാണ് നിങ്ങൾ എടുക്കുന്നത് അത് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു പാവയ്ക്ക അല്പം നനവൊക്കെ ഉണ്ടാവും, കാരണം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ നനഞ്ഞ അതാണെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത് മാത്രം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ പാവയ്ക്ക അത്യാവശ്യമൊക്കെ ഒന്ന് സോഫ്റ്റായി നമ്മൾ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഹാർഡായിട്ട് അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാവും. കാരണം നമ്മളിനി ഇത് കറിക്കകത്ത് കിടന്നത് അല്പം നേരം ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വേറൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി ഇടുന്നുണ്ട്. അപ്പോൾ ഈ പാവയ്ക്ക ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു പൊടി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി വരുമ്പം ഞാൻ ഏകദേശം ഒരു 15 മുതൽ 20 വരെയുള്ള കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കശുവണ്ടി എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി എടുക്കാം. ഇത്രയും തന്നെ എണ്ണത്തിലുള്ള കപ്പലണ്ടി എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കശുകശ് എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ലേ, വെള്ള കളറിലുള്ള എള്ള്, അതാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കശുവണ്ടിയോ എള്ളോ കശുകശോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് ചേർക്കുമ്പോൾ നന്നായി കീറി ഒന്ന് ചേർക്കാം. കറിവേപ്പിലും കൂടെ ചേർത്താലാണ് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒത്തിരി കരിക്കേണ്ട കാര്യമില്ല. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും ഈ ഒരു ഉലുവയുടെയും ജീരകത്തിൻ്റെയും. അതുപോലെ ഈ ഒരു കശുവണ്ടിയോ കപ്പലണ്ടിയോ എന്താ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് നിറക്കം മാറാൻ തുടങ്ങും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതാ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കറിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടിയാണ്. അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ വരും. കറിവേപ്പില ചേർക്കാൻ മറക്കരുത്, അതാണ് കൂടുതലൊരു സ്മെല്ലും സ്വാദൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു തരത്തിലാണ് ഇത് പൊടിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ നമ്മൾ പാവയ്ക്ക വറുത്തിട്ടുണ്ടായിരുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഈ ഒരു എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ ഓൾറെഡി ഒരു പൗഡർ ആ ഒരു കൂട്ടിനകത്ത് ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും അല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. ഇത് വലിപ്പമുള്ള ഒരു പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ എണ്ണ എനിക്ക് അല്പം കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്താ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സവോള, ഒരു മീഡിയം സൈസായിട്ടുള്ള സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിയാം, പക്ഷേ ഇങ്ങനെ അരിയുന്നതാണ് കുറച്ചും കൂടെ പെട്ടെന്നായി കിട്ടുക നമുക്ക് കേട്ടോ. ഇനി നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ 1 മിനിറ്റോളം കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയിൽ ഒത്തിരി സ്വാദ് ഇതിനകത്ത് നല്ലതല്ല, ഒരു 3 എണ്ണം എടുത്താൽ മതിയാവും. പിന്നെ ഇഞ്ചി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നേ ഇല്ല കേട്ടോ, ജസ്റ്റ് വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ സവോളയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും. നമ്മൾ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന തക്കാളിക്ക് നല്ല പുളി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് 1 ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേണം ഒന്ന് വേവിക്കാനായിട്ട്. എന്നാലാണ് ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായി ഒന്ന് ഉടഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ 2 മിനിറ്റ് ആയിരുന്നു മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് ഉടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിലിൻ്റെ പുറകുവശം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂണോളമുള്ള മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല, ഇത്രയും കാര്യങ്ങൾ മതിയാവും. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കശുവണ്ടി, ഉലുവ, ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഈ പൊടി ചേർക്കുമ്പോൾ ഇതാണ് ശരിക്കും ഈ ഒരു കറിക്കൊക്കെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു പൊടി തന്നെയാണ്. ഈ പൊടിയുടെ പച്ചമണം മാറൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്തപ്പോൾ ചേർക്കാതിരുന്നത്. ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും, അതുപോലെ പുളിവെള്ളം നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു, കാരണം പുളി വേണം, ഇച്ചിരി ഒരു പുളി ഉണ്ടെങ്കിൽ ഈ കറിക്കൊരു സ്വാദുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഈ പൊടി ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അല്പം പുളിവെള്ളം ചേർക്കുകയാണ്. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പുളിയുടെ ആവശ്യമില്ല, വളരെ കുറച്ച് ഒരു ചെറിയൊരു പുളി അത്രയും മതിയാവും, കാരണം നമ്മൾ ഇതിനകത്ത് തക്കാളിയും ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പുളിയായി പോട്ടോ. ഇനി ഞാൻ ഈ ഒരു വെള്ളം കൂടെ ഈ ഒരു പുളിവെള്ളത്തിൽ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്രത്തോളമാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളമുള്ള ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അല്പം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് കറിയിൽ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അല്പം കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് തിളപ്പിക്കണം. ഇത് തിളച്ച ഉടനെ തന്നെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അടിപൊളി മണമാണ് കേട്ടോ. ഇത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സൂപ്പർ സ്മെല്ലായിരുന്നു കിച്ചൺ മുഴുവൻ. അത്രയും സ്വാദും അതിനേക്കാളേറെ സ്വാദാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ പാവയ്ക്കൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. നോക്കിക്ക് നല്ല തിക്ക് ഗ്രേവിയിലുള്ള ഈ ഒരു പാവയ്ക്ക് കഴിക്കാത്തവർ പോലും കഴിക്കുന്ന തരത്തിലുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിനകത്തോട്ട് സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാവയ്ക്ക കറി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അറിയിക്കണം. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.